എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഷോർട്സ് ഒരു 1000, 1500 മാക്സിമം പോയാൽ 2000 സ്റ്റക്കാവുന്നുണ്ട്. സ്റ്റക്കാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്റ്റക്കാവുന്നു? അതിനെന്താണ് പരിഹാരം? എന്ത് ചെയ്താൽ റെഡിയാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോസസ്സ് കുറച്ച് ചിലപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. എന്നാലും ഷോർട്സിലൂടെ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനു മുമ്പേ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ കാര്യം ഞാൻ ലാസ്റ്റാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കൂല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഇടയിൽ പറയുന്നത്. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ചാനൽ ചെക്ക് ചെയ്ത് തരുമോ, സെറ്റിങ്സ് മാറ്റി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ അവരോടൊരു എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വാങ്ങിക്കുമ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. കാരണം അങ്ങനെ ഒരാൾക്ക് സെറ്റിങ്സ് മാറ്റി കൊടുത്തു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് കൊണ്ട് ആ ചാനൽ ഗ്രോ ആവുന്ന ഒരു ഉറപ്പുമില്ല. അപ്പം നിങ്ങൾക്ക് ഒരു പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഗുണം കിട്ടണ്ടേ? അപ്പം കഷ്ടപ്പെട്ടിട്ടാണ് പലരും ഈ പൈസ ഒക്കെ തരുന്നത്. അപ്പം ആ ഒരു ഇതിന് ഗുണം കിട്ടാത്തപ്പോൾ ഞാൻ ആലോചിച്ച മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത്, നേരിട്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നേരിട്ടുള്ള ഒരു പരിപാടിയാണ് ആദ്യം. അതായത് നേരിട്ട് കണ്ണൂർ വെച്ച് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. ആ ക്ലാസ്സിൽ വരുന്നത് നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുക, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുക, അതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ്, മറ്റ് കാര്യങ്ങൾ എങ്ങനെ റീച്ച് കൂട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്ന് പഠിപ്പിക്കുകയാണ് അന്നത്തെ ഉദ്ദേശം. അപ്പം താല്പര്യമുള്ള ഇത് പെയ്ഡാണ്, ഇത് പെയ്ഡ് ക്ലാസ്സാണ്, ഫ്രീ അല്ല. അപ്പോൾ അതിൻ്റെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ മറ്റ് ജില്ലക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കാം. പക്ഷേ അവിടെ ആരെങ്കിലും റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് കൂടി ചെയ്താൽ മാത്രമേ എനിക്കത് വെക്കാൻ പറ്റുള്ളൂ. നിലവിൽ എവിടെയും ഇപ്പം ഡയറക്റ്റ് ആക്സസ് ഇല്ല. പിന്നെ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമാണ് ഇത് ചെയ്യേണ്ടത്. ഓൺലൈൻ പ്രോഗ്രാം ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 ഡേയ്സെങ്കിലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പോയ ഉടനെ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ഒരു 10 ദിവസമെങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് പ്ലാൻ. അതിൻ്റെ മറ്റൊരു കാര്യം, ഇത് പരമാവധി 15, 20 പേർക്ക് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ക്വാളിറ്റി പോകും. അതായത് ഒരുപാട് ഇപ്പോൾ ഞാൻ പൈസ കിട്ടുമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ഇതിൽ ആഡാക്കിയാൽ എല്ലാവർക്കും ക്വാളിറ്റി ഇല്ലാതെ പോകും. അതുകൊണ്ട് ഒരു 20 ആൾക്കാരുടെ ബാച്ചായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, കണ്ണൂർ വെച്ച് നേരിട്ടുള്ള പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓൺലൈൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ ഓൺലൈൻ പ്ലാൻ ചെയ്തിട്ടില്ല, ഓൺലൈൻ ആകുമ്പോൾ ഞാൻ അറിയിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും നിങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ട് ഷോർട്സ് സ്റ്റക്കാവുന്നു? വളരെ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ അത് പറയാന്നുണ്ടെങ്കിൽ, ഈ ഷോർട്സ് സ്റ്റക്കാവുന്ന കാര്യം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ, പലരുടെയും ഷോർട്സ് ഈ 1000, 1500 പോയിട്ടുണ്ടാവുന്നത് ആദ്യം, അതായത് നിങ്ങൾ ഈ ചാനലൊക്കെ തുടങ്ങി ആദ്യ കാലഘട്ടത്തിലായിരിക്കും. ഇപ്പോഴും പോകുന്നത് ആദ്യത്തെ കുറച്ച് നാളുകളിലേക്ക്, ഒരു 2-3 മാസമൊക്കെ ചിലപ്പോൾ പോവാം. അങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് 1000, 1500 വ്യൂസ് വന്നുകൊണ്ടുണ്ടായത്. പിന്നീട് എന്ത് ചെയ്തു, കുറഞ്ഞ് അത് 200, 300, 400, ചില ആളുകൾക്ക് അത് 15, 20 പോലും ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, യൂട്യൂബ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു പുതുതായിട്ട് വന്ന ഒരു ഏത് ചാനലാണ്, ഷോർട്സ് ആയാലും ലോങ് ആയാലും, അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അത് സപ്പോർട്ട് ചെയ്യുന്ന ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് 4-5 വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴേക്ക് യൂട്യൂബ് പിന്നെ എന്ത് ചെയ്യും, ഇതിനെ ജനങ്ങളിലേക്ക് പുഷ് ചെയ്യും. യൂട്യൂബ് അൽഗോരിതം ആളുകളിലേക്ക് എത്തിക്കും, ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കും. പക്ഷേ ഈ എത്തിക്കുന്ന വീഡിയോസിന് ആ ആളുകൾ കണ്ടിട്ട് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു എന്നതിൻ്റെ റെസ്പോൺസ് സിഗ്നൽ കളക്ട് ചെയ്യും. റെസ്പോൺസ് സിഗ്നൽ പറഞ്ഞാൽ ആളുകൾ കണ്ടിട്ട് ലൈക്ക് അടിക്കുന്നുണ്ടോ, കമൻ്റ് അടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എത്ര സമയം വാച്ച് ചെയ്യുന്നു, ഇതുപോലെ റെസ്പോൺസസ് നോക്കും. ഈ റെസ്പോൺസസ് നോക്കിയിട്ടാണ് പിന്നീട് ഈ അൽഗോരിതം ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് ആളുകളിലേക്ക് എത്തിക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ ഇതുപോലെ വീഡിയോസ് അയക്കുന്നു, യാതൊരു റെസ്പോൺസും ഇല്ലാതെ തിരിച്ചു വരുന്നു. വളരെ കുറച്ച്, അതായത് 1500 പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതുപോലെ ഈ 1500 വ്യൂസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. യൂട്യൂബിൽ ഷോർട്സിൽ വരുന്ന വ്യൂസ് മൊത്തം യഥാർത്ഥത്തിൽ റിയൽ വ്യൂസ് അല്ല. നമ്മൾ അനലറ്റിക്സിൽ പോയിട്ട് എൻഗേജ്ഡ് വ്യൂസ് എടുത്ത് നോക്കണം. അപ്പോൾ 1500 വ്യൂസ് കിട്ടിയ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ വീഡിയോൻ്റെ എൻഗേജ്ഡ് വ്യൂസ് പറയുന്നത് വെറും
700, 600, 300, 400 ഒക്കെ ആയിരിക്കാം. 400 ഒന്നും ആയിരിക്കില്ല, എന്തായാലും ഒരു 600 ഉണ്ടാവാൻ ശരാശരി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോസിന് ഇത്രയും വ്യൂസ് കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ അല്ലെങ്കിൽ ബ്രെയിൻ തന്നെ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന റിവാർഡ് കിട്ടും. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, റിവാർഡ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും 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 ഷോർട്സ് ഇടാനുള്ള ടെൻഡൻസി കൂടി വരും. അപ്പം നിങ്ങൾ ഈ യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക. എൻഗേജ്ഡ് വ്യൂസാണ് യഥാർത്ഥത്തിലുള്ള വ്യൂസ്. അതിന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടോപ്പിക് എന്താണ്, റെസ്പോൺസ് സിഗ്നൽസിനെ കളക്ട് ചെയ്യും. അപ്പോൾ അതും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, യൂട്യൂബ് പിന്നെ ഈ ഒരു ചാനലിൻ്റെ വീഡിയോസ് ഡിസ്ട്രിബ്യൂഷൻ കുറക്കും. ആളുകൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ജനങ്ങളിലേക്ക് യൂട്യൂബ് എത്തിക്കില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഫോൾട്ട് സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളിടുന്ന ഷോർട്സ് മുഴുവൻ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവർ കാണുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പലർക്കും കൃത്യമായ ടോപ്പിക് ഉണ്ടാവില്ല, എന്താണ് ഇടുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഒരു ഷോർട്സ് കണ്ടൻറ് ഇടേണ്ടത്. വളരെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് ഫിലിംസ് കാണുന്ന, പണ്ടൊക്കെ ഒരു 4-5 മിനിറ്റ് ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ കട്ടായിട്ട് എന്ത് ചെയ്യുന്നു, ഷോർട്സിൻ്റെ സൈസിലേക്ക് ആക്കിയിട്ടാണ് വരുന്നത്. അത് നല്ലപോലെ റീച്ച് ആവുന്നുണ്ട്. അത് എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട്, കാറ്റഗറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് റീച്ച് ആവും. അതുപോലെ നിങ്ങൾ സ്കിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് റീച്ച് ആവും. അതിനിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ മറ്റ് വീഡിയോസ് ചെയ്യുന്നവർക്കാണ്, ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ആളുകളിൽ നിന്ന് റെസ്പോൺസ് വരണം. ഈ റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, എങ്ങനെയാണ് ഷോർട്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ, ഇത് ഒരുപാട് കാര്യമുണ്ട്. ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ക്ലാസ് 3-4 വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് പലർക്കും 1 lakh ഒക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ക്ലാസ്സിലും എടുക്കാൻ പോകുന്ന ക്ലാസ്സിലും ഇതൊക്കെ തന്നെയാണ് എടുക്കുക. മൊത്തം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് പറയാത്തത്. പിന്നെ ടൈം കൂടി ആൾക്കാർ കാണുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഷോർട്സിന് എൻഗേജ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഷോർട്സിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് 3 സെക്കൻഡ്, തുടക്കത്തിലുള്ള 3 സെക്കൻഡ്. ഈ 3 സെക്കൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. 3 സെക്കൻഡിൽ എന്താ ചെയ്യുക? പലരും പറയും, എന്താ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം, എല്ലാവരും സബ് ചെയ്യണം ഇപ്പൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു. നിങ്ങൾ ആ 3 മിനിറ്റ് സ്പോയിൽ ചെയ്താൽ അതോടുകൂടി ആ വീഡിയോ അവിടെ തീർന്നു. അതാണ് ആദ്യത്തെ കാര്യം പഠിക്കാനുള്ളത്. അപ്പം ആ 3 മിനിറ്റ് എന്ത് ചെയ്യണം? 3 മിനിറ്റ് ചെയ്യേണ്ടത് ആളുകളെ ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടത്. അത് സിനിമയിലൊക്കെ നമുക്കിപ്പം ആദ്യം ഒരു നായകനെ കാണിക്കുന്നു, എന്നിട്ട് അവിടെ എന്തെങ്കിലും കൊലപാതകം നടക്കുന്നു, പിന്നെ ഈ കൊലപാതകത്തിനെ കുറിച്ചിട്ടാണ് അടുത്തത്, പിന്നെ ആ സ്റ്റോറി പോവുക. ഇതുപോലെ തന്നെ നിങ്ങൾ ഷോർട്സിലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പം മീൻകറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലത്തിനെ കൊണ്ടുവരാം. അയ്യോ, ഈ മീൻ എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല, ഇതെങ്ങനെയാണ് മുറിക്കുക, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം, ഇപ്പം കുട്ടികളെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ കുട്ടി ഇന്ന് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്, ഇവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ല. അതായത് ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി വിചാരിക്കും. നമ്മൾ ആ വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു ഹൂക്ക് അവിടെ കൊടുക്കുക. ഹൂക്ക് എന്നാണ് അതിന് പറയാം. ഈ ഹൂക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഹൂക്കിലൂടെ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കാണണം. അപ്പോൾ നെക്സ്റ്റ് കാണുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ പറയേണ്ടത് ഒരു 10 to 20 മിനിറ്റ്സ് എന്തെങ്കിലും ഒരു വാല്യൂ, ആളുകൾക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാനും മറ്റൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആളുകൾ റെസ്പോൺസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾക്ക് അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം, തിരിച്ചിങ്ങോട്ട് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ചോദ്യങ്ങളാവാം, എന്തെങ്കിലും കാണിച്ചുകൊണ്ടാവാം, പല രീതിയിലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കമൻസിൻ്റെ ഇതും കൂടി ചെയ്തിട്ട് പിന്നീട് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യണമെന്നും സബ് ചെയ്യണമെന്നൊക്കെ പറയാം. അത് നമ്മുടെ ഈ ടോപ്പിക്ക് അവസാനിച്ച ശേഷം വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റാണ് ഷോർട്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പലർക്കും ഹുക്ക് ഉണ്ടാവില്ല. ഹുക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കണമെന്ന് അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ ചെടിയോ പൂക്കളോ ഒന്നും കാണിച്ചിട്ട് ആളുകൾ കാണില്ല. അവരുടെ സമയത്തിന് വിലയുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ കാണുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഇമോഷണൽ മാപ്പിംഗ് എന്ന് പറയും. ഇമോഷണൽ മാപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ
അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കൊന്നും വേണ്ട. ഒരുപാട് നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കണ്ടു നോക്കുക. ഷോർട്സൊക്കെ ആണെങ്കിൽ പലരും ചെയ്യുന്നുണ്ടാവുമല്ലോ, കണ്ടു നോക്കിയെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഇടയിൽ അവരെന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത് പർപ്പസ്ഫുള്ളി അവർ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് മാറണം. നമ്മളൊക്കെ എഡിറ്റേഴ്സ് മാത്രമാണ്, പലരും എഡിറ്റേഴ്സാണ്, എഡിറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ക്രിയേറ്ററായിട്ട് മാറുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓരോ സീനുകളെയും നമ്മൾ ക്രിയേറ്ററായിട്ട് മാറുമ്പോൾ ഇങ്ങനെ വരുന്ന ഷോർട്സിന് ഉറപ്പായിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് വ്യൂസ് വരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഷോർട്സിൽ തമ്പനെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. തമ്പനെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തമ്പനെയിൽ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ ഏറ്റവും ആദ്യമോ ഏറ്റവും അവസാനമോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ സെക്കൻഡ്, ഒരു 3-4 സെക്കൻഡ് അത് അവിടെ പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്താൽ കുറച്ചുകൂടി നമുക്ക് ഇതിന് റീച്ച് കിട്ടും. അതുപോലെ നല്ല ടോപ്പിക്കുകളാണെങ്കിൽ 3 മിനിറ്റ് വരെ ചെയ്യാം. അതല്ല വളരെ ഷോർട്ടായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ചെയ്താൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കാം, ഷോർട്സ് ചെയ്യുന്നവർക്ക് 90 ദിവസത്തിൽ 10 മില്യൺ വ്യൂസ് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, മോണിറ്റൈസേഷന് ശേഷവും ഒരു 10 ലാക്സ് വ്യൂസൊക്കെ വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു $100 അടുത്തൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ശരാശരി വ്യൂ ഇതാണ് പറയുന്നത്, ജനറൽ ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടാവാം, എന്നാലും സാധാരണ ഒരാൾക്ക് കിട്ടാവുന്നത് ഒരു 10 ലാക്സ് വ്യൂസ് വന്നാലാണ് ചിലപ്പോൾ ഒരു $100 കിട്ടുക. പക്ഷേ അതും കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയാണ്, അത്രയെങ്കിലും വരണം. അപ്പോൾ അത് വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അതിനുള്ള പരിപാടികൾ തുടങ്ങണം. മോണിറ്റൈസേഷൻ ആയ ശേഷമല്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അന്നേരം സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയ ശേഷവും ഒരു പൈസയും വരാതെ ഭയങ്കര ഡിപ്രഷൻ വരും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യാതെ പോയത്, സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് നോക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വരാണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആലോചിക്കുക. താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽസ് ഇടാം.